ഹലോ, ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. വോട്ടിടാൻ വേണ്ടി വന്നതാണ്. പിന്നെ എനിക്ക് പനി ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നു. പിന്നെ വോട്ടിടാൻ വന്ന കൂട്ടത്തിൽ 2 ദിവസത്തേക്ക് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ പ്ലേറ്റൊക്കെ എടുത്ത് ഇറങ്ങിയത് എന്തിനാണെന്നറിയാമോ? ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണ് കുറ്റിക്കുരുമുളക്. ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു 5-6 വർഷത്തിന് മേലിൽ ആയെന്ന് തോന്നുന്നു ഇതിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അന്ന് എന്തോ ഒരു കൃഷിയുടെ എന്തോ കാര്യത്തിനുണ്ട്, അങ്ങനെ നമുക്ക് കിട്ടിയതായിരുന്നു. ഒരാൾക്ക് 5 തൈ വെച്ച് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് 10 തൈ ഉണ്ടായിരുന്നു. വല്യമ്മച്ചിക്ക് വേണ്ടാത്തതുകൊണ്ട് വല്യമ്മച്ചിയുടെയും കൂടെ വാങ്ങി നമുക്ക് തന്നായിരുന്നു. അതിവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരാൾക്ക് 2-3 തൈ അങ്ങനെ കൊടുത്തു. പിന്നെ 7 തൈയോളം ഉണ്ടായിരുന്നു. ബാക്കി 2 തൈ എനിക്ക് തോന്നുന്നു പന്തലിട്ട കൂട്ടത്തിൽ, കല്യാണത്തിന് പന്തലിട്ട കൂട്ടത്തിലുണ്ടോ പോയതാണ്. ബാക്കി ഇപ്പോൾ 5 തൈ നിൽപ്പുണ്ട്. നമ്മൾ നേരത്തെ തൊട്ടേ കുരുമുളക് അതിൽ നിന്ന് പറിക്കുന്നുണ്ട്. നമ്മൾ ഈ മീനൊക്കെ വറക്കാൻ നേരം കുരുമുളക് പച്ച അരച്ചിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ കുരുമുളക് പൊടി ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ മുറ്റത്തല്ലേ നിൽക്കുന്നത്, അപ്പം പോയി നമുക്ക് 2 എണ്ണം ഇറുത്തോണ്ടിങ്ങ് വരാമല്ലോ. അങ്ങനെ നമ്മൾ എടുക്കുമായിരുന്നു. ഇപ്പം കുരുമുളക് ഇവിടെ തീർന്നു. അപ്പോൾ അമ്മച്ചമ്മ എന്നോട് പറഞ്ഞു, ഇതൊന്ന് പറിച്ച്, എനിക്ക് കണ്ണ് കാണുന്നില്ല, മൊത്തം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അടിയിലൊക്കെയാണ്, ഇലയുടെ അടിയിലൊക്കെയാണ്, ഇങ്ങനെ വെച്ചാൽ പടന്ന് നിൽക്കുമല്ലേ, അപ്പം മണ്ണിനോട് ചേർന്നും ഇലയുടെ ഒക്കെ അടിയിലൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അമ്മച്ചമ്മയായിട്ടോ ഈ ചാമ്പലൊക്കെ ഇട്ട് തന്നെ വളർത്തിക്കൊണ്ട് വരുന്നത്. എന്തായാലും ഇത്രയും നമുക്ക് കിട്ടി. ഇത്രയും കിട്ടിയാലും എന്താണ്, ഇറുത്തൊക്കെ കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു കൈയുടെ വലുപ്പത്തിലേ കിട്ടത്തുള്ളൂ. പിന്നെ എൻ്റെ കൈ കണ്ടു, എൻ്റെ കൈ മൊത്തം ഇത് ഇറുത്ത്, ഞാൻ ഈ തള്ളവിരലും ഈ ചൂണ്ടുവിരലും വെച്ചാണ് ഇറുത്തത്. ഇറുത്ത കൂട്ടത്തിൽ നഖത്തെ മൊത്തം ഈ കറയായിട്ടും കറുത്തിരിക്കുവാണേ. അതുകൊണ്ട് ഇങ്ങനെ കേട്ടോ പടർന്ന് താഴോട്ട് ചിലതൊക്കെ ആണെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഞാൻ വലിച്ചൂരി എടുത്തത് മണ്ണിലോട്ടങ്ങ് ചേർന്നിരിക്കുക. ഇനിയിപ്പോൾ 2 ഉണക്കൊക്കെ ഉണങ്ങി, 2 ദിവസത്തെ വെയിലൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് വേണം അതൊന്ന് കഴുകിയിട്ട് പിന്നെ ഉണക്കാൻ.